ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ, അതായത് ഒരു വീട് പണി, അനുബന്ധിച്ച് തന്നെ ഒരു പ്രണയവും, രണ്ടും പാരലി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പേര്, ആ ടൈറ്റിൽ, അതെങ്ങനെയാണ് ആ ഒരു ടൈറ്റിലേക്ക് എത്തുന്നത്? കെട്ടെന്നായിരുന്നു ഇതിന്റെ ഇനിഷ്യൽ വർക്കിംഗ് ടൈറ്റിൽ. കെട്ട്. കെട്ട്. അപ്പൊ ഹോട്ട്സ്റ്റാറിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് റീജിയണൽ പേര് താല്പര്യമില്ല. അപ്പം എനിക്ക് വേറെ പേരും അറിയില്ല. ഞാൻ കുറേയൊക്കെ ആലോചിച്ച് നോക്കി. അപ്പോൾ രഞ്ജിതേട്ടൻ്റെ പ്രൊഡ്യൂസർ രഞ്ജിതേട്ടൻ്റെ മകൾ അവന്തികയാണ് ഇങ്ങനെ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്നുള്ള പേര് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കേട്ടപ്പോൾ എനിക്ക് കെട്ടിന്റെ അതേ മീനിങ് വരുന്ന രണ്ടർത്ഥം വരുന്ന ഒരു, അതിനേക്കാളും ഞാൻ നോക്കിയപ്പോൾ ലവ് ഈസ് ഓൾസോ അണ്ടർ കൺസ്ട്രക്ഷൻ ഈ വെബ് സീരീസിന്റെ കഥയിൽ. അപ്പൊ നോക്കിയപ്പോ അങ്ങനെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടൊരു പേരായിട്ട് തോന്നി. അത് ഒരു ലവ് അല്ല, പല ലവ് കൺസ്ട്രക്ഷൻ വരുന്നുണ്ട്. എനിവേസ്, ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ്, ഒരു പിച്ചിങ് സ്റ്റേജിൽ ബേസിക് ഐഡിയ എങ്ങനെയാണ് എത്തുന്നത്? അതിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു തുടക്കം? അത് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് വന്നപ്പം ഇങ്ങനെയൊക്കെ അതായത് ബേസിക് പല ഇന്റർവ്യൂലും പറഞ്ഞാണ്, എൻ്റെ ഒരു സുഹൃത്തിന്റെ ലൈഫിൽ നടന്ന ഒരു ഇവന്റ്, ഞാനും കൂടെ കാരണമായ ഒരു ഇവന്റ് മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പൊ അതേ സമയത്ത് പാരലി ദുബായിലുള്ള എൻ്റെ ഒരു സുഹൃത്തിന് ഇതുപോലെ ജോലി പോവുകയും എൻ്റെ കല്യാണം ഫിക്സായി വെച്ചിരിക്കുന്നു, വീട് നടക്കുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് സുഹൃത്തുക്കളെ ലൈഫിൽ നടന്ന രണ്ട് ഇവന്റുകൾ കമ്പൈൻ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിൽ തോന്നുകയും, ആ സമയത്താണ് ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ വരവേൽപ്പ് പോലത്തെ സിനിമകളുടെ ഒരു ഫ്ലേവർ ഇപ്പോഴത്തെ പടങ്ങൾ കാണുന്നില്ല, അല്ലെങ്കിൽ ആ ഫ്ലേവർ ഒരു പടം ഇറങ്ങിയിട്ടില്ല എന്ന ഒരു കോൺവെർസേഷൻ വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ത്രെഡ് കിടപ്പുണ്ടായിരുന്നു. വൈ നോട്ട് ഡെവലപ്പ്? അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയതാണ്. വാശിക്ക് മുന്നേ തന്നെ ഈ ഒരു വാശി ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പേ ഒരു തോട്ട് ഉണ്ടായിരുന്നു. പാരലി ഇത് ഞാൻ പറഞ്ഞ ഇവന്റുകൾ നടക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇങ്ങനൊരു സാധ്യത ഉണ്ടല്ലോ എന്ന് ചിന്തിച്ചു വെച്ചായിരുന്നു. ഈ വാശി ഒരു പക്ക എന്താ പറയാ ഒരു ഡ്രാമയാണ്, അതിനകത്ത് കുറച്ചധികം ഇമോഷൻസ് ഉള്ള ഡ്രാമയാണ്. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കുറച്ചൊരു റോം കോം സ്വഭാവമാണ്. ഡ്രാമയുണ്ട് എങ്കിലും അങ്ങനെ ഒരു ജോണർ ഷിഫ്റ്റും മനസ്സിൽ കണ്ടിരുന്നു. ഉറപ്പായിട്ടും ഒരു സീരിയസ് ഡ്രാമ ചെയ്യേണ്ട, കോമഡി ചെയ്യാൻ പാടാണ് എന്നൊരു ഒരു അഭിപ്രായം. എനിക്ക് ഹ്യൂമർ ചെയ്താൽ കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ ഹ്യൂമർ ചെയ്യല്ലത് ഭയങ്കര പാടാണെന്ന്, ചെയ്യാൻ നിൽക്കരുതെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ ചെയ്തതാണ്. എന്നാലും അറിയണമല്ലോ.